ഇറാനെതിരെ അതിശക്തമായ സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിൽ നിന്നും ധൃതി പിടിച്ച് പിന്മാറുന്നു. ഈ പിന്മാറ്റത്തിന് പിന്നിൽ സൗദിയുടെ കരങ്ങളാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്തായിരിക്കും അമേരിക്കയുടെ പിന്മാറ്റത്തിന് കാരണം? സൗദിക്ക് ഇതിൽ പങ്കുണ്ടോ? സൗദി അമേരിക്ക ബന്ധത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കാം. പശ്ചിമേഷ്യയിൽ ഇനി വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഒഴിവാക്കാനാണ് സൗദിയുടെ ഈ നിർണായക ഇടപെടൽ. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടന്ന നയതന്ത്ര നീക്കങ്ങളാണ് ട്രംപിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് വിവരം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കഴിഞ്ഞ ദിവസം ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിക്കുകയും ഇറാനെതിരായ ആക്രമണ പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സൈനിക നടപടിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത തേടിയ സൗദി നിലവിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാനാണ് ട്രംപിനോട് ആവശ്യപ്പെട്ടത്. ഇറാനിലെ എണ്ണ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം മേഖലയിലാകെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ തകർക്കുമെന്നും സൗദി ചൂണ്ടിക്കാട്ടി. മുഹമ്മദ് ബിൻ സൽമാന്റെ ഫോൺ സംഭാഷണത്തിന് മുൻപ് സൗദി പ്രതിരോധ മന്ത്രി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മേഖലയിലെ സമാധാനത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം വാൻസിനെ അറിയിച്ചു. സൗദിയെ കൂടാതെ ഖത്തർ, UAE, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാനും സംഘർഷം ഒഴിവാക്കാനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ കൃത്യവും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് സഹായം നൽകുന്ന പ്രാദേശിക രാജ്യങ്ങളും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൗദിയും US-ഉം സംയുക്ത ആക്രമണം നടത്തിയിരുന്നു. സൗദി അറേബ്യയിലെ എണ്ണ സംസ്കരണ ശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെ എന്ന് ആരോപിച്ചാണ് ഇറാഖി പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന് നേരെ ആക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി PMF അറിയിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. US സൈനികരെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്താനിരുന്ന അപ്രതീക്ഷിത ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് US വെളിപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്കകമാണ് സൗദിയുമായി ചേർന്ന് ഇറാഖിൽ US ആക്രമണം നടത്തുന്നത്. ജോർദാനിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാനും വെളിപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മുന്നറിയിപ്പുകളെ അവഗണിച്ച് അനധികൃത പാതയിലൂടെ മുന്നോട്ടു പോയ കപ്പലുകളെയാണ് വെടിവെപ്പിലൂടെ തടഞ്ഞതെന്നും അനധികൃതമായി ഹോർമൂസിൽ ഇടപെടാനുള്ള US-ന്റെ ശ്രമങ്ങൾക്ക് മറുപടി നൽകുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. US സൗദി അറേബ്യ സിവിലിയൻ സഹകരണ ആണവ കരാറിന് പിന്നാലെ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമുണ്ടായി. കരാർ പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള വഴി തെളിയാതെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കില്ല എന്ന നിലപാടിലാണ് നിലവിൽ സൗദി അറേബ്യ. എന്നാൽ ട്രംപിന്റെ പുതിയ ആവശ്യത്തെ ഇസ്രയേൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ എബ്രഹാം ഉടമ്പടിയിൽ ഭാഗമാകുന്നത് പശ്ചിമേഷ്യയിൽ ചരിത്രപരമായ സമാധാന മുന്നേറ്റത്തിന് വഴി തെളിയിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചു. സൗദി അറേബ്യയുമായി അടുത്ത സൗഹൃദം നിലനിർത്തുന്നുണ്ട് അമേരിക്ക. ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്തിടെ ആണവ കരാർ ഒപ്പുവെച്ചതും ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം ശക്തമായാൽ വലിയ പ്രതിസന്ധി ഗൾഫ് മേഖല നേരിടുമെന്ന് ബിൻ സൽമാൻ അമേരിക്കയെ അറിയിച്ചു. സമാധാന പാതയാണ് ഇപ്പോൾ ആവശ്യമെന്നും അദ്ദേഹം ട്രംപിനെ ബോധിപ്പിച്ചു. ഹോർമൂസിലും ബാബ് അൽ മന്ദബിലും യാത്ര തടസ്സപ്പെട്ടത് സൗദിയുടെ വ്യാപാരത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞതിനു പിന്നാലെ തിരിച്ചടിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളുടെ പട്ടിക ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. GCC-യിലെ തന്ത്രപ്രധാന എണ്ണവാതക കേന്ദ്രങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. തൊട്ടു പിന്നാലെയാണ് അതിവേഗമുള്ള നീക്കങ്ങൾ നടന്നതും രംഗം ശാന്തമായതും. തുർക്കിയുമായി അടുത്ത ബന്ധമാണ് ഇറാന്. തുർക്കിയുടെ ഇടപെടലാണ് ഇറാനെയും അല്പം മയപ്പെടാൻ പ്രേരിപ്പിച്ചത്. ട്രംപ് പിന്നോട്ട് വലിഞ്ഞതിന് പിന്നാലെ ഇറാനിലെ നേതൃത്വവുമായി 3 രാജ്യങ്ങൾ ചർച്ച നടത്തി. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളായിരുന്നു ചർച്ച നടത്തിയത്. പാകിസ്ഥാന്റെ സേനാ മേധാവി അസീം മുനീർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ചർച്ച നടത്തി. സൗദിയുടെയും തുർക്കിയുടെയും വിദേശകാര്യമന്ത്രിമാരും ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് ഇറാൻ അനുകൂലമാണെന്നും എന്നാൽ അമേരിക്കയും ഇസ്രായേലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അവരെ പിന്തുണയ്ക്കുന്നവരെയും ആക്രമിക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ഇറാനിലെയും US-ലെയും ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.